നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? കടുമാങ്ങ. വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത കടുക് ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കുക. നല്ല ഫൈൻ പൗഡർ ഫോർമാറ്റിലേക്ക് അടിച്ചെടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെച്ചോ. വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ മുമ്പേ ഉപ്പിലിട്ട് വെച്ചാൽ കണ്ണിമാങ്ങ ഒന്ന് മാറ്റി വെക്കുക. കാരണം ആ വെള്ളത്തിലാണ് നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. എരിവ് എത്രയാണെന്നൊക്കെ ചോദിക്കണ്ട, കാരണം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്രയാണോ നിങ്ങൾക്ക് എരിവ് തോന്നുന്നത് അത്രയും നമ്മൾ ഇത്തിരി മുളക് പൊടി ഇടുക. അതിലേക്ക് നമ്മൾ കടുക് പൊടിച്ചതും കൂടി ഇടുക. നന്നായിട്ട് പേസ്റ്റ് ഫോർമാറ്റിൽ മിക്സ് ചെയ്യുക കേട്ടോ. ലംസ് ഒന്നും വരാൻ പാടില്ല. വെള്ളം മതിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതുപോലെ കുറച്ചുകൂടി ആഡ് ചെയ്യുക. അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, വേണമെങ്കിൽ ഒരു ഇച്ചിരി കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ്. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഈ ഉപ്പിലിട്ട മാങ്ങ അതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മാങ്ങയിലേക്കും പെരണ്ടൂന്ന് ഉറപ്പ് വരുത്തണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് പണി ഇത് കുപ്പിയിലിട്ട് ആക്കി വെക്കുക. പിന്നെ ഇതിന്റെ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യലുണ്ട്. തിരുത്തുണി വെക്കുക എന്ന് പറയും. കോടി തുണിയാണ്, അൺടച്ച്ഡ് ആയിട്ടുള്ള തുണിയാണ്. അതിങ്ങനെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത്തിരി നല്ലെണ്ണം ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ മുകളിൽ ഈ വൈറ്റ് കളർ പാച്ചസ് പോലെ പൂപ്പൽ പോലുള്ള പരിപാടി വരില്ല. ലോങ് ലാസ്റ്റിംഗും ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ബൈ.